ആദ്യം എന്നെ പരാജയപ്പെടുത്താൻ ഇവർ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ ഒരുപാട് കൊണ്ടുവന്ന് ഇവിടെ പ്രചരണം നടത്താൻ ശ്രമിച്ചു. അതൊന്നും നടന്നില്ല. അത് കഴിഞ്ഞ് ശ്രീ പി ജെ കുര്യൻ തന്നെ ഇവിടെ വന്ന് 1-2 ദിവസം ക്യാമ്പയിൻ ചെയ്യാൻ ശ്രമിച്ചു. അതും ഒരു നനഞ്ഞ പടക്കമായി മാറി. അത് കഴിഞ്ഞ് എൻ്റെ പിതാവായ ശ്രീ എ കെ ആന്റണിയെ കൊണ്ട് ഒരു പ്രസ് കോൺഫറൻസ് ചെയ്യിപ്പിച്ചു. അതിലും വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായില്ല. ഇത് കഴിഞ്ഞാണ് ഇന്നലെ ഇവിടെ കേരള സമൂഹത്തിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്രിമിനൽ, അതായത് പല CBI കേസിൽ പ്രതിയായി ജയിലിൽ പോയയാൾ, ഇയാളെക്കുറിച്ച് ഞാൻ ഇന്നലെ അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ വിവരം നിരവധി പ്രാവശ്യം അറസ്റ്റിലായിട്ടുണ്ട്. ഒന്ന്, സ്വന്തം വീട്ടിൽ തന്നെ സ്വന്തം കുടുംബത്തിലെ ഒരു അമ്പലത്തിൽ നിന്ന് ഒരു വിഗ്രഹം മോഷ്ടിച്ചതിന് അവസാനം ജയിലിൽ പോയൊരു വ്യക്തിയൊക്കെയാണ്. ഇങ്ങനത്തെ ഒരു വ്യക്തിയെ കൊണ്ട് ഇന്ന് വളരെ നിലവാരം കുറഞ്ഞ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായിട്ട് വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായി പറയാം. കാര്യം ഈ നന്ദകുമാറിനെ ഞാൻ 10-12 വർഷം മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. അത് കാര്യവും ഇങ്ങനെ സാഹചര്യവും എല്ലാം ഞാൻ ഇന്ന് വ്യക്തമായി പറയാൻ പോവുകയാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ആണ്. ഞാനൊരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷണലാണ് എൻ്റെ ഫീൽഡുകളിൽ. ഞാനിവിടെ ആ നിലവാരം വെച്ച് പുലർത്തി ഇവിടെ വികസനം, ഇവിടെ അവസരങ്ങൾ, ഇവിടെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക, ഒരു പോസിറ്റീവ് രാഷ്ട്രീയമായിട്ട് വന്നപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എനിക്കെതിരെ നിൽക്കുന്നവർ അത് ഒരു രീതിയിലും എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കില്ല എന്നുള്ള വാശിയോടെ ഇന്ന് നെറുകെട്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. ഈ പി ജെ കുര്യനുമായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് പറയാനുണ്ട്. ഞാനത് വളരെ വ്യക്തമായി പറയാൻ പോവുകയാണ്. ഞാൻ ചെറുപ്പം മുതലേ കോൺഗ്രസ് രാഷ്ട്രീയം കണ്ട ഒരു വ്യക്തിയാണ്. കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. ശ്രീ എ കെ ആന്റണി എന്ന ഒരു വ്യക്തിയുടെ മകനായി ജനിച്ചതുകൊണ്ട് ഈ പറയുന്ന എല്ലാവരെയും ജനിച്ച അന്ന് തൊട്ട് ഞാൻ കാണുന്നതാണ്, കുര്യൻ സാർ ഉൾപ്പെടെ. അദ്ദേഹം എനിക്കൊരു കുടുംബാംഗത്തെ പോലെ തന്നെയായിരുന്നു ചെറുപ്പം മുതൽ. പക്ഷേ പല കാര്യങ്ങളും എനിക്ക് വളരെ വ്യക്തമായി അറിയാം. കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയം, കോൺഗ്രസ് രാഷ്ട്രീയം 10, 40, 50 വർഷമായി ഇത് വെറും കുതുകാൽ വെട്ടലിന്റെയും ചതിയുടെയും മാത്രം ഒരു കേന്ദ്രമായി കുറെ നാളായിട്ട് ഇതാണ്. ഇതിൽ വളരെ പ്രമുഖമായ 3-4 ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. 1900 ഏർലി 90s അന്ന് ലീഡർ ശ്രീ കരുണാകരൻ സാർ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരു ഇല്ലാത്ത കേസ് പറഞ്ഞ് അദ്ദേഹത്തെ രാജിവെപ്പിച്ചു. അത് കഴിഞ്ഞ് 2004 ശ്രീ എ കെ ആന്റണി, അദ്ദേഹത്തെ പലരും കുതികാല് വെട്ടി രാജിവെപ്പിച്ചു. പിന്നെ 2013-14 സമയത്ത് ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹം തുടർഭരണത്തിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസുകാർ തന്നെ അദ്ദേഹത്തിന്റെ കുതികാൽ വെട്ടിച്ച് ആ തുടർഭരണം ഇല്ലാതാക്കി. എനിക്ക് കോൺഗ്രസ് രാഷ്ട്രീയം വളരെ നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ 3 ഇൻസിഡൻസും, ശ്രീ കരുണാകരനെ രാജിവെപ്പിച്ചതും ശ്രീ ആന്റണിയെ രാജിവെപ്പിച്ചതും ശ്രീ ഉമ്മൻചാണ്ടിയെ തോൽപ്പിച്ചതിലും ഒരേപോലെ പങ്കുള്ള 1-2 പേരുണ്ട്, 2-3 പേരുണ്ട്. അതിലൊന്ന് ഈ ശ്രീ പി ജെ കുര്യനാണ്. അതുപോലെ ശ്രീ പി ജെ കുര്യൻ 2012 പിന്നെ മറ്റു കാര്യങ്ങൾ, ഞാൻ 2007 തൊട്ട് 2013 വരെ അമേരിക്കയിലാണ്. ഞാൻ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അവിടെ ബേ ഏരിയയിൽ പഠിക്കുക, അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്കോ, ഇന്റൽ, അതുപോലെ പല സിസ്കോ, ഇന്റൽ, ഒരു 4G ചിപ്പ് ഡിസൈൻ ഫേം, ഇവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2012 സമയത്ത് ആ സമയത്തൊക്കെയാണ് ഞാൻ ഒരു വെക്കേഷൻ പോലെ ഒരു സമയത്ത് വന്നൊരു സമയത്ത് ഒരു റെസ്റ്റോറന്റ് പോലത്തെ ഒരു സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തുമായിരുന്നപ്പോൾ ഈ നന്ദകുമാറിനെ ഞാൻ പരിചയപ്പെട്ടു. ഈ നന്ദകുമാറിനെ ഞാൻ പരിചയപ്പെട്ട റെഫറൻസ് ശ്രീ പി ജെ കുര്യനാണ്. അദ്ദേഹം ഞാനുമായിട്ട് പരിചയപ്പെട്ടു. അവിടെ ഇരുന്ന് ഞാൻ പറയുന്നു, കുര്യൻ സാർ ഇത് ഡിനൈ ചെയ്യട്ടെ, അവിടെ ഇരുന്ന്, ഇപ്പൊ ഓർമ്മയില്ലെന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ നല്ല ഓർമ്മ കാണും. കാര്യം ഈ നന്ദകുമാറിനെ ഞാൻ പരിചയപ്പെട്ട റെഫറൻസ് ശ്രീ പി ജെ കുര്യനാണ്. നന്ദകുമാർ എന്നെ വന്ന് കണ്ടു. അവിടെ വെച്ച് ശ്രീ പി ജെ കുര്യനെ ഇദ്ദേഹം വിളിച്ചു തന്നു. കുര്യൻ സാറിന്റെ ആളാണെന്നും പറഞ്ഞാണ് എന്നെ പരിചയപ്പെട്ടത് ഈ നന്ദകുമാർ. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് കാണാനൊക്കെ തുടങ്ങി. ഞാൻ കുര്യൻ സാറിന്റെ ആളാണെന്ന് വിചാരിച്ച് ഞാൻ ആ 4-5 ആഴ്ചക്കിടയിൽ 4-5 പ്രാവശ്യം ഇദ്ദേഹത്തെ കണ്ടു. പക്ഷെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യങ്ങൾ നടക്കാത്ത കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ഏതെങ്കിലും ഒരു ജഡ്ജിനെ അവിടെ പോസ്റ്റ് ചെയ്യണം, ഇതൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ പറഞ്ഞു, ദയവേത് എൻ്റെ അടുത്ത് ഇതും കൊണ്ട് വരരുത്, ഇതും പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തൊരു വ്യക്തിയാണത്. ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണത്. അല്ലാതെ ഇയാളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെ 10 വർഷം കഴിഞ്ഞ് ഞാൻ മറ്റൊരുപാട് കാര്യങ്ങൾ എനിക്ക് കുറച്ച് മാന്യതയുള്ള കാരണം മാത്രം ഞാൻ പറയാത്തതാണ്. കുര്യൻ സാറിന് ഒരു കേസ് ഉണ്ടായിരുന്നു, വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ് ഇത്. പിന്നെ പലരും എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ കേസ് ഒത്തുതീർപ്പാക്കിയത് ഈ നന്ദകുമാറാണ്.